ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് കേട്ടോ. സ്നാക്സ് ആയിട്ട് വേണമെങ്കിൽ ആക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ രാത്രി എന്നും ചപ്പാത്തി കഴിക്കും ഒരു ദിവസം ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ കണ്ടുനോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്കൊരു ബൗളിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കുക. ഒരുപാട് വലുതാവണ്ട കേട്ടോ, ചെറുതായിട്ട് തന്നെ മുറിച്ചിട്ടാൽ മതി. ഇതിലേക്ക് ഒരു അരക്കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി കേട്ടോ, കൂടുതൽ വേണ്ട, ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില മുറിച്ചത്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇടുന്നത് കുറച്ച് തേങ്ങയാണ്. ഒരു 1/4 കപ്പ് അളവിൽ തേങ്ങ ചിരവിയതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് നമുക്കിനി ഗോതമ്പ് പൊടിയിലേക്കും കൂടി ആവശ്യമുള്ള ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, കുഴപ്പമില്ല. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി, ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. കളർ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ തിരുമ്മി എടുക്കൂലേ നമ്മൾ, ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എല്ലാം കൂടെ നല്ലോണം നിങ്ങൾ കുഴച്ചെടുക്കുക ഇതുപോലെ. ഇതിലേക്ക് ഇനി ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഇത് കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിയൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി പാകത്തിന് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളം ആദ്യം തന്നെ കുറേ ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് മിക്സ് ആക്കി നോക്കിയിട്ട് ബാക്കി ഒഴിക്കുക. ഏകദേശം ഒരു 1/4 കപ്പ് അളവിലൊക്കെ വെള്ളം മതിയാവട്ടെ ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിയുടെ അത്രയ്ക്ക് ടൈറ്റ് ആയിരിക്കേണ്ട ആവശ്യമില്ല, ഒരു ഇത്തിരി കൂടെ ഒരു ലൂസ്, എന്നാൽ കൂടുതലും അല്ലാത്ത രീതിയിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ലാസ്റ്റ് ഇങ്ങനെ കയ്യിൽ ഇത്തിരി എണ്ണ തടവിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഉഷാറായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തുന്ന സമയത്ത് ആദ്യം കുറച്ച് ഗോതമ്പ് പൊടി ഒരു ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ, കാരണം മാവ് ഒരു കുറച്ച് ലൂസായിരിക്കും, നമ്മൾ സാധാരണ ചപ്പാത്തിയുടെ മാവ് പോലെ ആയിരിക്കില്ല. എന്നിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. ഒരുപാട് കനം കുറച്ച് ചപ്പാത്തി പോലെ പരത്തേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ഇത്തിരി കട്ടി വേണം, എന്നാൽ കൂടുതൽ കട്ടിയാവും വേണ്ട കേട്ടോ. കറക്റ്റ് നല്ലൊരു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പൊക്കെ വെച്ചിട്ട് കുറച്ച് ചെറിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ആക്കി വരുന്ന സമയത്ത് ചെറിയൊരു വെറൈറ്റി ആയിട്ട് തോന്നിക്കോളൂ. ആദ്യം അപ്പോൾ ഇതുപോലെ 2-3 എണ്ണം ആക്കിയെടുക്കുക. എന്നിട്ട് അത് ചുട്ട് റെഡിയാവുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതോടെ പരത്തിയെടുത്താൽ മതിയാകും. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലൊരു ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ആക്കി കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലിയ പാനൊക്കെ ആണെങ്കിൽ 3-4 സുഖമായിട്ട് ഒന്നിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കാരണം ഒരു ഇത്തിരി കട്ടിയിലല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് റെഡിയാക്കി എടുത്താൽ മതി. ഒരു ഇത്തിരി എണ്ണമായി ഉണ്ടാകുമ്പോൾ നല്ലോണം ഒന്ന് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഇത്രയ്ക്ക് കട്ടി വേണമെങ്കിൽ ഒരു പൊടി കട്ടി കുറയ്ക്കുക കേട്ടോ. ഒരു ഇത്തിരി കൂടി കട്ടി കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിലായി കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്തോളും. അപ്പോൾ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 ഭാഗം ഇതുപോലെ ഒരു 1-2 തവണ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ നല്ല കളറായിട്ട് അത്യാവശ്യം നല്ല മുരിഞ്ഞ് നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി, ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അളവിൽ ഏകദേശം ഒരു 6-7 ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ഉണ്ടാകും. ഇനി ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലല്ലാതെ നമ്മൾ സാധാരണ ദോശക്കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഇങ്ങനെ ആക്കിയിട്ട് ചുട്ടെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നല്ല ഇങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചൂടോടുകൂടെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് കട്ടൻ ചായയുടെയൊക്കെ കൂടെ വെറുതെ മുറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിവിടെ ബീഫ് കറിയുടെ കൂടെയാണ്, രണ്ടും കൂടെ നല്ലൊരു ടേസ്റ്റ് ഇട്ട് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമൊക്കെ ചപ്പാത്തിക്ക് പകരമായിട്ട് നമുക്ക് ജസ്റ്റ് ചേഞ്ചിന് വേണ്ടി ചെയ്ത് നോക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്